ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ. നമ്മൾ അതിൻ്റെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്നലെ ഒരു സമരം നടന്നു. DMTU തനിച്ച് 15-ാം തീയതി ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷം വരുന്ന, ഞാൻ പറയുന്നത് സ്വകാര്യ നമ്മുടെ ജീവനക്കാർക്ക് സൗജന്യ യാത്ര വേണ്ടെന്നല്ല, പക്ഷേ സ്വകാര്യ ബസ്, പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ സ്ഥിതി ഒന്ന് നോക്കുക നിങ്ങൾ. 100 കണക്കിന് ബസ്സുകൾ സർവീസ് നിർത്തി. ഇപ്പോൾ എന്നോട് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇപ്പോൾ ഒരു 60-70 ആളായിട്ട് വരുന്ന ബസ്, അങ്ങനെ തിക്കിത്തിരക്കി വരുന്ന ബസ്സിൽ നിന്ന് 4 പേരാളുള്ളതെന്നാണ് പറഞ്ഞത്. 400, 500, 600 രൂപയായിട്ട് 1000, 1200 രൂപ രാവിലെ 5 മണി മുതൽ രാത്രി 8 മണി 9 മണി വരെ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് 400 രൂപ കൂലി കിട്ടുന്ന സ്ഥിതിയാണ്, 300 രൂപ കൂലി കിട്ടുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ കൂടി പഠിക്കണം. ഞങ്ങൾ ഒരിക്കലും സൗജന്യ യാത്രയ്ക്കെതിരല്ല, പക്ഷേ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന 10,000 കണക്കിന് വരുന്ന പ്രൈവറ്റ് ബസ് തൊഴിലാളികളെ അവരെ വഴിയാധാരമാക്കുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നത് ഞങ്ങളുടെ ശക്തമായ നിലപാടാണ്. അത് മണ്ണാർക്കാട്ടെ മാത്രമല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അത് സവിശേഷമായിട്ട് പ്രതിപാദിക്കാതിരുന്നത്. ഓക്കെ, കാഴ്ചപ്പാടുകൾ നമ്മളെ വിളിക്കണ്ടേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കണ്ടേ. ഇവിടെ ഇപ്പോൾ ഞാൻ പറയട്ടെ, അധിക നികുതി പെട്രോളിനും ഡീസലിനും വില കൂടിയല്ലോ. 2 രൂപ 1 ലിറ്റർ പെട്രോളിനും 2 രൂപ 1 ലിറ്റർ ഡീസലിനും സംസ്ഥാന ഗവൺമെൻറ്റിന് അധിക ടാക്സിൻ്റെ ഭാഗമായിട്ടുള്ള വീതം ലഭിക്കുകയല്ലേ. അത് വേണ്ടാന്ന് വെച്ചോ, അതൊന്നും പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്നാൽ പ്രൈവറ്റ് ബസ്സിൽ തൊഴിലാളികളുടെ പ്രശ്നം അതെന്താണെന്ന് പഠിച്ചിട്ട് വേണ്ടേ ഈ കാര്യം ഇവിടെ നടപ്പിലാക്കാൻ. അതിന് തയ്യാറാവുന്നില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് സാധ്യമായ നിലയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക്, ഇത് കാരണം ഉപജീവനം അസാധ്യമായിട്ടുള്ള തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭത്തിന് DMTU നേതൃത്വം നൽകും. സഹകരിക്കുന്ന എല്ലാ തൊഴിലാളി സംഘടനകളുമായും ഈ കാര്യത്തിൽ സഹകരിക്കുകയും ചെയ്യും. CCN മണ്ണാർക്കാട്.